മതം, മത്സരം, മാത്സല്യം, മാംസം, സ്ത്രീ, ഇത്രയും വരുമ്പോഴാണ് ത്വര വരുന്നത്. ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. ഒരു വിവരം വരുന്നുണ്ട്. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൽസിനെതിരെ പോക്സോ കേസ്. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത്. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കലേ. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലൂടെ ഈ ജോത്സ്യൻ കടന്നു കളഞ്ഞു എന്നാണ് വിവരം. അതെ, ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. മുരാരി തന്ത്രി എന്നാണ് ഈ പ്രതിയുടെ പേര്. വെണ്ടാർ സ്വദേശിയാണ്. അയാൾ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ എന്തായാലും പോലീസിന് ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ എന്റെ ഓരോ യൂട്യൂബ് ഡെയിലുള്ള ലൈവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും ലോകവിലുള്ള താൻ മണ്ടത്തര കാണിച്ചത്. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയതാണ്. അല്ല, ഇവര് പക്കാ ജനങ്ങളെ പറ്റി ജീവിക്കുന്നു. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ. നീചത്വം എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിലുണ്ടെങ്കിൽ അവൻ കൃത്യമായി 18 വയസ്സും 6 മാസവും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി മാറും. ഇവനല്ലേ കാണും ഇങ്ങനെ ഒരു കള്ളൻ. കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് കൊള്ളുന്നു, അല്ലെങ്കിൽ വേല് കുത്തുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്ന മദ്യം കുടിക്കുന്നു, കോഴിയെ വെട്ടുന്നു, ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെ ഉള്ള കാലായത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.